ഹലോ ഫ്രണ്ട്സ്, ഫ്രീഡം വെല്ലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ കിഴക്കിന്റെ റോം എന്നറിയപ്പെടുന്ന ഗോവയെ പറ്റിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാലാമത്തെ സംസ്ഥാനവുമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കൊങ്കൺ മേഖലയിലാണ് ഈ സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്ര, കർണാടക എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ. പനാജിയാണ് ഗോവയുടെ തലസ്ഥാനം. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിൽ തന്നെ മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗോവ. വിനോദസഞ്ചാര മേഖലയിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരുന്നത് ഈ കൊച്ചു സംസ്ഥാനമാണ്. ചിലർ ചുരുക്കി വാസ്കോ എന്ന് വിളിക്കുന്നു. വാസ്കോഡ ഗാമയാണ് ഗോവയിലെ ഏറ്റവും വലിയ പ്രദേശം. ഒരു ഗോവൻ നഗരമായ മഡ്ഗാവ് ഇന്നും പോർച്ചുഗീസ് ഉള്ള ഒരു നഗരമായി അവശേഷിക്കുന്നു. ശ്രീധരൻ പിള്ളയാണ് ഗോവയുടെ ഗവർണർ. പ്രശസ്തമായ ഗോവൻ കടൽ തീരങ്ങളും ചരിത്രമുറങ്ങുന്ന ഗോവൻ നഗരങ്ങളും ആയിരക്കണക്കിന് സ്വദേശി വിദേശി ടൂറിസ്റ്റുകളെ എല്ലാ വർഷവും ഗോവയിലേക്ക് ആകർഷിക്കുന്നു. ഗോവയിലെ മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ്. ഇന്ത്യയിലെ ഏറ്റവും വികസിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗോവ. കിഴക്കിന്റെ റോം എന്നും ഗോവയ്ക്ക് വിശേഷണമുണ്ട്. 3702 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇവിടുത്തെ വിസ്തീർണം. BC 3-ാം ശതകത്തിൽ ഇന്ത്യയിൽ നിലനിന്ന മൗര്യ സാമ്രാജ്യ കാലത്തോളം ഗോവയുടെ ചരിത്രം നീണ്ടുകിടക്കുന്നു. BC 2-ാം ശതകത്തിൽ ശതവാഹനന്മാർ കൊങ്കൺ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചു. 14 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ. യോരുകളുടെ കാലത്ത് ഗോവ ഗോപകപ്പെട്ടകം, ഗോമന്ത് എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ഗോവപുരി എന്നായിരുന്നു മറ്റൊരു പൗരാണിക നാമം. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ഗോമന്തക രാജ്യം ഗോവയാണെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ഭാഷ കൊങ്കണിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.